മക്കളെ, നമ്മൾ ഓൾ ഇന്ത്യ കോട്ടനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തു. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കേരളത്തിൽ നമ്മുടെ ഓരോ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് അവരുടെ ഓരോ കാറ്റഗറി റിസർവേഷൻ അനുസരിച്ച് എത്രയൊക്കെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടും. അത് അവസാനത്തെ കഴിഞ്ഞ വർഷത്തെ റാങ്കിൻ്റെ ബേസിസിൽ നമുക്ക് ഏതൊക്കെ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടും എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ പ്രഡിക്ഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. മക്കൾക്ക് വന്നിട്ട് ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാം കേരളത്തിൽ അഡ്മിഷൻ കിട്ടാൻ 574 മാർക്ക് വേണ്ടി വന്നിട്ടുണ്ടല്ലേ. അതായത് അന്നത്തെ റാങ്ക് എന്ന് പറയുമ്പോൾ 954 റാങ്കുകാരനാണ് അവസാനത്തെ അഡ്മിഷന് കിട്ടുന്നത്. ജനറൽ കോട്ടയിൽ ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടിക്ക് 540 മുതൽ 550 മാർക്ക് വരെ കിട്ടിക്കഴിഞ്ഞാൽ ഈ വർഷം കേരളത്തിൽ അഡ്മിഷൻ കിട്ടാൻ നമ്മൾ കട്ട് ഓഫ് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഒരു 540 to 550, ചിലപ്പോൾ അത് 545 to 550 ആവാം കേട്ടോ. അപ്പോൾ ആ ഒരു 540നും 550നും ഇടയിലായിരിക്കണം ഒരു 950ഓളം ആളുകൾ. അപ്പോൾ കഴിഞ്ഞ വർഷം ലാസ്റ്റ് വന്നിട്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എറണാകുളത്താണ് ഈ ഒരു മാർക്കിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. അന്ന് 674ആണ്. നമ്മൾ ഈ വർഷം അത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 540നും 550നും ഇടയിലായിരിക്കാം. ഓക്കെ, ഇത് നമ്മുടെ ഒരു പ്രിഡിക്ഷൻ മാത്രമാണ്. നമ്മൾ ഈ വർഷം എത്രത്തോളം ആളുകൾ ഈ ലിസ്റ്റിനുള്ളിൽ വരും, ആ ഒരു 954നുള്ളിൽ എത്രത്തോളം ആളുകൾ വരികയായിരിക്കും, അങ്ങനെ വരികയാണെങ്കിൽ അവരുടെ മാർക്ക് എത്ര, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്ത കാര്യം. അപ്പോൾ ഇനി വന്നിട്ട് ഈഴവ റിസർവേഷനുള്ള ആളുകൾ. ഈഴവ റിസർവേഷനിലാണെങ്കിൽ 2483 വരെയൊക്കെയാണ് അഡ്മിഷൻ പോയേക്കുന്നത്. അതായത് ഇവിടെ നമുക്കൊരു 20 മാർക്ക് 30 മാർക്ക് നമുക്ക് കുറച്ച് കാണും. അപ്പോൾ 520 to 530 മാർക്സ് ഉള്ള കുട്ടികൾക്ക് വരേക്ക് ഈഴവ റിസർവേഷനിൽ കേരളത്തിൽ അഡ്മിഷൻ കിട്ടുക. കഴിഞ്ഞ വർഷം അവസാനം നമ്മുടെ ഇടുക്കി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് ആ ഒരു മാർക്കിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. ഇനി ഞാൻ പറയുന്ന കുറേ കാര്യങ്ങൾ ഇടുക്കി നിങ്ങൾക്കറിയാം, ലാസ്റ്റ് ടൈം ഫോം ചെയ്ത കോളേജാണ്. അവിടെയാണ് കുറേ കാര്യങ്ങൾ കുറേ ആ ഒരു മാർക്കിലുള്ള കുട്ടികളൊക്കെ കിട്ടിയേക്കുന്നത്. അവസാനത്തെ റാങ്ക് കൂടുതലും ഫില്ലായിരിക്കുന്നത് ഇടുക്കിയിലാണ്. ഇനി വന്നിട്ട് മുസ്ലിംസിൽ വലിയൊരു ചേഞ്ചൊന്നും ഉണ്ടാവില്ല. 1729 കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക്. അതിന് ഈ വർഷം നമുക്ക് ചിലപ്പോൾ ആ ഒരു റാങ്കിലേക്ക് എത്താൻ ഒരു 530 535 മാർക്ക് വേണ്ടി വരുന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. 530 to 535 മാർക്സ് ഉള്ളൊരു കുട്ടിക്ക് മുസ്ലിം കാറ്റഗറിയിൽ കേരളത്തിൽ അഡ്മിഷൻ കിട്ടുക. ഓൾ ഇന്ത്യ അല്ലാട്ടോ പറയുന്നത്, കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. അതും കഴിഞ്ഞ വർഷം ഇടുക്കിയിൽ തന്നെയാണ് കിട്ടിയത്. ഇനി EWS കാറ്റഗറിയിൽ കഴിഞ്ഞ വർഷം 3320 വരേക്കുള്ള റാങ്കിലുള്ള ആളുകൾക്ക് 3320 റാങ്ക് വരെ കേരളത്തിൽ വന്നേക്കുന്ന കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മാർക്ക് ഒരു 515 520, ചിലപ്പോഴത് മാക്സിമം ഒരു 510 to 520 നമുക്ക് കാണാം കേട്ടോ. 510 512 ആ ഒരു റേഞ്ചിലായിരിക്കണം മാർക്ക് ഉണ്ടാവുന്നത്. EWS ആണ്. ഇനി വന്നിട്ട് ലാറ്റിൻ കത്തോലിക്കാൽ വന്നിട്ടും ചെറിയ ഡിഫറൻസേ ഉള്ളൂ. 3101 റാങ്ക് വരെയൊക്കെയാണ് കിട്ടിയത്. നമുക്കൊരു 515 to 520 അഥവാ നമുക്ക് വേണമെങ്കിൽ ഒരു 513 to 518 ആ റേഞ്ചിലേക്ക് നമുക്ക് പറയാം. ഇതും ഇടുക്കിയിൽ തന്നെയാണ് അവസാനത്തെ സീറ്റ് ഫില്ലയക്കുന്നത്. ഇനി വന്നിട്ട് DV കാറ്റഗറി. ധീവരയിൽ വന്നിട്ട് 8490 വരേക്ക് ലാസ്റ്റ് അഡ്മിഷൻ പോയിട്ടുണ്ട്. 8490. ഈ 8490 വന്നേക്കുന്ന കുട്ടിക്ക് ഈ വർഷം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 460 465 മാർക്കാണ്. 460 465 മാർക്ക് വന്ന കുട്ടിക്ക് വരേക്ക് ഈ വർഷം ധീവര കോട്ടയിൽ കിട്ടാനുള്ള സാധ്യതകളാണ്, പ്രഡിക്ഷനാണ്, ഒരു പോസിബിലിറ്റിയാണ്. ഓക്കെ, എല്ലാം അതുപോലെ തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി വന്നിട്ട് വിശ്വകർമ്മയിൽ വന്നിട്ട് 2185 വരേക്കുള്ള കുട്ടികൾക്കാണ് കിട്ടിയിരിക്കുന്നത്. അത് ജനറൽ റാങ്കിൽ നിന്ന് ഒരു 1000 1100 റാങ്കുകൾ മുന്നോട്ടേക്ക്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 525 to 530 മാർക്സ് ആണ്. 525 to 530 മാർക്സ് കിട്ടുന്ന കുട്ടിക്ക്, ദാറ്റ് മീൻസ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ 2185 കിട്ടുന്ന കുട്ടിയുടെ മാർക്ക് ഒരു 525 മാർക്കെങ്കിലുമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് 525 മാർക്കിന് മുകളിൽ കേരളത്തിൽ 2185ഓളം കുട്ടികളുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വിശ്വകർമ്മയിൽ ഒരു 525 530 മാർക്ക് വരെ വന്ന കുട്ടിക്കും കേരളത്തിൽ അഡ്മിഷൻ കിട്ടും. ഇനി വന്നിട്ട് ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 4070 പോയിട്ടുണ്ട് മക്കളെ. 4070 ബാക്ക്വേർഡ് ക്രിസ്ത്യനാണ്. അതിൽ വന്നിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു 505 മുതൽ 510 വരെ മാർക്ക്. അപ്പോൾ ബാക്ക്വേർഡ് ക്രിസ്ത്യനാണ് നിങ്ങളെങ്കിൽ ഒരു 505 മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കേരളത്തിൽ MBBSന് അഡ്മിഷൻ കിട്ടാം, ഗവൺമെൻറ്റിലാണ്. ഇനി വന്നിട്ട് ബാക്ക്വേർഡ് ഹിന്ദു 2253 വരേക്ക് പോയിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ഒരു 525 530 മാർക്ക് വരെ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടൂ. ഓക്കെ, ഇനി വന്നിട്ട് കുശവൻ കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് 9880 റാങ്ക് വരെയുള്ള കുട്ടിക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 445 450 മാർക്ക് വന്നാൽ പോലും
കുശവൻ കാറ്റഗറിയിലുള്ള ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയേക്കാം. ഇനി വന്നിട്ട് കുടുംബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 14,436 കുറേ അങ്ങോട്ട് വരേക്ക് അഡ്മിഷൻ കിട്ടിയിട്ട് കുടുംബി കാറ്റഗറിയിലുള്ള ആളുകൾക്ക് 14,436. അപ്പോൾ ഒരു 395 400 മാർക്ക് നമ്മളിതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 14,000 റാങ്കുള്ളൊരു കുട്ടിക്ക് 14,000 റാങ്ക് വരുന്ന ഒരു കുട്ടിക്ക് ഒരു 400 മാർക്ക് 395 400 മാർക്ക്. അങ്ങനെയാണെങ്കിൽ കുടുംബി റിസർവേഷനിൽ ഒരു 395 400 വരേക്കും മാർക്ക് വന്നാലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. ഇനി വന്നിട്ട് SC കാറ്റഗറി, SC ST കൂടെ നമ്മൾക്ക് പറയാൻ ഇനി ബാക്കിയുണ്ട്. SC കാറ്റഗറിയിലാണെങ്കിൽ കഴിഞ്ഞ വർഷം 14,549 മാർക്ക് വരെയുള്ള കുട്ടികൾക്ക് 14,549 റാങ്കാണ് മാർക്കല്ലേ, 14,549 ലാസ്റ്റ് ക്ലോസിംഗ് റാങ്ക്. അത് വന്നിട്ട് പാലക്കാട് മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പോൾ ഒരു 395 400 മാർക്കുള്ള ഒരു കുട്ടിക്ക് SC കാറ്റഗറിയിലാണെങ്കിൽ നമുക്കൊരു സേഫ് സോണാണെന്ന് ചിന്തിക്കാം. 395 400 മാർക്കുള്ള ഒരു കുട്ടിക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 14,500 റാങ്കാണ്. അങ്ങനെയാണ് ആ കുട്ടിക്ക് ലാസ്റ്റ് വന്നിട്ട് പാലക്കാട് മെഡിക്കൽ കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. ഇനി വന്നിട്ട് ST കാറ്റഗറി. ST കാറ്റഗറിയിൽ കഴിഞ്ഞ വർഷം 22,304 22,304 അത്രയും റാങ്കിൽ വന്ന കുട്ടിക്കാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. ഈ വർഷം നമുക്ക് വന്നിട്ട് ഒരു 285 290 മാർക്ക് ഉണ്ടെങ്കിലും ST കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാമെന്നാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ. അതായത് ഒരു 300 മാർക്ക് വന്നാൽ പോലും ST കാറ്റഗറിയിൽ ആ ഒരു അഡ്മിഷൻ കിട്ടിയേക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഓവറോൾ നമ്മുടെ ഒരു പ്രഡിക്ഷൻ. അപ്പം മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇപ്പോഴും ഓരോ ആളുകളും കാറ്റഗറി വൈസുള്ള ലിസ്റ്റൊക്കെ ആലോചിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഏത് കാറ്റഗറിയിലാണോ വരുന്നത്, അവർക്ക് എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ വർഷം അഡ്മിഷൻ കിട്ടുക, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവും. ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് JPCൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ മക്കൾ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം, നിങ്ങൾ ലൈക്ക് അടിക്കണം. എനിക്കൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ള, JPCൻ്റെ റിസൾട്ട് തന്നെയാണ് ഈ കഴിഞ്ഞ 4 വർഷങ്ങളിലും തുടർച്ചയായിട്ട് 4 വർഷങ്ങളിൽ കേരളത്തിൽ 50% റിസൾട്ട് ഉണ്ടാക്കിയേക്കുന്ന വേറൊരു സ്ഥാപനവും ഇല്ല. അത് JPC മാത്രമാണ്. ഈ കഴിഞ്ഞ വർഷം കേരള 6 റാങ്കും 20 റാങ്കും JPCയുടെ സ്വന്തമാണ്. ഈ വർഷം കേരളത്തിൽ ആദ്യത്തെ ഒരു സിംഗിൾ ഡിജിറ്റ് റാങ്ക് അത് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാണ്. നമ്മുടെ സ്വന്തം ഞങ്ങളുടെ പയ്യൻ ജിയാദ് ഒരു 628 മാർക്കോളം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും കേരളത്തിൽ ആദ്യത്തെ ഒരു 10-നുള്ളിൽ തന്നെ നമ്മൾ ആ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യാണ്. അതിൽ തന്നെ ഫിസിക്സിൽ 41 ക്വസ്റ്റ്യനാണ് അവൻ കറക്റ്റ് ചെയ്തേക്കുന്നത്. എനിക്കറിയില്ല ഈ കേരളത്തിൽ എത്രത്തോളം ആളുകൾ അത്രത്തോളം ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുന്നത്. ഫിസിക്സിൽ 41ഓളം ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്ത് ഏറ്റവും അടിപൊളി റിസൾട്ടാണ് അവൻ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇനിയും റിപ്പീറ്റേഴ്സിലേക്ക് പോകാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ, നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ ഒന്നും മടിക്കേണ്ട, നിങ്ങൾ ഇങ്ങോട്ട് വിട്ടോ, ഞങ്ങൾ നോക്കിക്കോളൂ അവരെ. അടിപൊളി ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ട് അവരുടെ കൂടെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ JPC എന്തായാലും ഉണ്ടാവും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും JPCയിലേക്ക് മക്കളെ വിടാം. ഓക്കെ മക്കളെ, താങ്ക് യു.